ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ബോയ് നെക്സ്റ്റ് വേൾഡ് എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡായപ്പോഴത്തേക്കും സിറാണെങ്കിൽ ക്യാനിന് തീരെ വയ്യാന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ റൂമിലേക്ക് ഓടിയെത്തുമായിരുന്നു. അത് കാണിച്ചുകൊണ്ടായിരുന്നു ഈ എപ്പിസോഡ് എൻഡായത്. ഈ എപ്പിസോഡും അതിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ക്യാൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ ഹഗ് ചെയ്തിട്ട് സിറാനിക്ക് ഒട്ടും വയ്യാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സിറാണെങ്കിൽ ഞാനിപ്പോൾ വന്നില്ലേ എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഇവനെ ബെഡിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. ക്യാനപ്പോൾ നീ എന്താ വരാൻ വൈകിയത്? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു, എനിക്ക് ഒട്ടും വയ്യായിരുന്നു, എനിക്കാണെങ്കിൽ വർക്ക് ചെയ്യണം, പ്രോജക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രണ്ട്സും പറഞ്ഞു പോയി റെസ്റ്റ് എടുക്കാൻ. എന്നാൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ കിടക്കുമ്പോഴത്തേക്കും എനിക്ക് വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ല, ക്ലാസ്സിന് പോകണമെന്നുണ്ട്. എന്നാൽ ക്ലാസ്സിന് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അതിനും വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയം ഇവനൊന്ന് കാം ഡൗൺ ആവാനായിട്ട് സിറാണെങ്കിൽ ഇവനൊന്ന് കിസ് ചെയ്യുവാണ്. അപ്പോൾ ഇവനൊന്ന് സൈലൻ്റ് ആവുന്നുണ്ട്. എന്നിട്ട് സിറിനോട് എനിക്കൊരു കിസ്സും കൂടെ തരാമെന്ന് ചോദിക്കുകയാണ്. ആ സമയം സിർ നിനക്ക് ഇനിയും കിസ് വേണമെന്ന് ചോദിച്ചിട്ട് അവനൊരു കിസ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശരി ഞാൻ നിനക്ക് പോയി ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇവനാണെങ്കിൽ എന്തൊക്കെയോ ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ക്യാനാണെങ്കിൽ ഇരുന്ന് പരുങ്ങുന്നുണ്ടിട്ട് നിനക്ക് എന്ത് പറ്റി, എൻ്റെ ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യാൻ എനിക്കറിയത്തില്ല പക്ഷേ വേണമെന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിറാണെങ്കിൽ ഇവനൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അങ്ങ് ഇൻറ്റിമേറ്റിലേക്ക് കടക്കുവാണ്. മൊത്തത്തിലൊന്നും ഇൻറ്റിമേറ്റ് ആവുന്നില്ല, എന്നാലും ഒരു ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം സിറാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ക്യാനാണെങ്കിൽ ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് മൊത്തം ഷീറ്റി മൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സിറിൻ്റെ അടുത്ത് നീ ബാത്റൂമിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് നിനക്ക് അറിയണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് വേണ്ട വേണ്ട എനിക്കറിയണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ആ സമയം സിർ ഇനി നിനക്ക് വയ്യാതാവുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അത് പിന്നെ നീ നിൻ്റെ വീട്ടിലോട്ട് അമ്മേനെ മീറ്റ് ചെയ്യാൻ പോയതല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ശല്യം ചെയ്യണമെന്ന് എഴുതിയിട്ട് നിന്നെ വിളിച്ച് പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ പക്ഷേ നിന്നെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ അത് കുഴപ്പമില്ല, ഒത്തിരി വർഷമായിട്ട് ഞാൻ എന്നെ തന്നെ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. സിർ അപ്പോൾ പക്ഷേ നിനക്കിപ്പോൾ ഞാനുണ്ടല്ലോ എന്ന് പറയാണ്. എന്നിട്ട് സിർ ക്യാനിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ സിറിൻ്റെ അടുത്ത് സിർ നീ എപ്പോഴും എന്നെ പൊന്നുപോലെ നോക്കിക്കോളോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ സിറിന് മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ ഒന്നുമില്ല, ഞാനത് വെറുതെ ചോദിച്ചതാ, അത് വിട്ടളങ്ങിയേക്ക് എനിക്ക് ഉറക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സിറിനെ ഫേസ് ചെയ്യാതെ തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ സിറിൻ്റെ അടുത്ത് ഇന്ന് രാത്രി ഇവിടെ നിൽക്കാവോ, പ്ലീസ് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ക്യാനിനിപ്പോൾ തന്നെ വേണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയെന്ന് മനസ്സിലായിട്ട് സിറിനും ചെറുതായിട്ടൊരു സന്തോഷം തോന്നുന്നുണ്ട്. അതിനുശേഷം സിറാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഇമാജിനേഷൻ തന്നെയാണ്. എന്നാൽ ഇതിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടൊരു ഇമാജിനേഷനാണ്. അതായത് ക്യാനും സിറും കൂടെ ആയിട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം അവർ ഉറക്കം എഴുന്നേക്കാണ്. ആ സമയം ഒരു സ്വീറ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു ഇമാജിനേഷൻ. എന്നാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ടാണ് നടക്കുന്നത്. അതായത് ക്യാൻ ഉറക്കം എഴുന്നേറ്റിട്ട് സിറിനോട് ഗുഡ് മോർണിംഗ് പറയാണ്. എന്നാൽ അതേസമയം സിറാണെങ്കിൽ ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. കാരണം അവൻ്റെ ഓർമ്മയിൽ ക്യാനിന് പനിയായിരുന്നു, അവൻ ഉറങ്ങാൻ കിടന്നു, സിറും അവൻ്റെ കൂടെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ആകെ മൊത്തം മാറ്റം പോലെ. അങ്ങനെ ഇപ്പോൾ സിറാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ക്യാനിൻ്റെ അടുത്ത് നീ ഇപ്പോൾ ഓക്കെയാണ്, നിൻ്റെ പനി മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാൻ പനിയോ, എനിക്കത് പനി എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ല നിനക്ക് നല്ലാത്തൊരു പനിയായിരുന്നില്ലേ, നീ ഇപ്പോൾ ഓക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാനും എന്തോ ഡൗട്ട് വന്നിട്ട് നീ എൻ്റെ സിറല്ല, നീ ആരാന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ക്യാൻ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പുറകെ പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇവൻ്റെ തലവേദനിക്കുന്ന പോലെ തോന്നുവാണ്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫുള്ള് വൈറ്റ് കളറിലായിട്ടുള്ള ഒരു റൂമിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതേ റൂമിൽ മറ്റൊരു എപ്പിസോഡിൽ അവൻ അന്ന് എത്തി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു റൂമിൽ അവന് ചുറ്റും നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ മറ്റൊരു സിർ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സിർ ഫുള്ള് ബ്ലാക്ക് ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ സിർ ഫുള്ള് വൈറ്റ് ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സിർ മറ്റൊരു ഫ്യൂച്ചർ കാണാൻ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടല്ലേ, നിനക്ക് നിൻ്റെ ക്യാനുണ്ട്, എൻ്റെ ലോകത്ത് എനിക്ക് എൻ്റെ ക്യാനും ഉണ്ട്, നമ്മൾ രണ്ടുപേരും പല പല വഴി കൂടെ സഞ്ചരിച്ചു, ഇവ പല സ്ഥലത്തെത്തിയിരിക്കുന്നു. നിനക്ക് നിൻ്റെ ക്യാനിനെ വേണമെങ്കിൽ പേടിത്തൊണ്ടനായിട്ട് നിൽക്കാതെ ധൈര്യത്തോടെ എല്ലാം നേരിടാനായിട്ട് പറയാണ്. എന്നിട്ട് നീ ഇപ്പോൾ ഉണരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ സിറ് പെട്ടെന്ന് കൈയൊന്ന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഈ സിറ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. ആക്ച്വലി നമ്മുടെ ക്യാനിന് വയ്യാത്തോണ്ട് തന്നെ അവനെ ഉറക്കിയിട്ട് സിർ അവിടെ സൈഡിൽ ഇരിക്കുമായിരുന്നു റൂമിൻ്റെ. ആ സമയം അവനുണ്ടായ ഒരു സ്വപ്നമാണിത്. ഈ സ്വപ്നം അവൻ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഈ സ്വപ്നം വീണ്ടും വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച ശേഷം ഇവനാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ക്യാനിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് സോറി ക്യാൻ, നിന്നോട് കള്ളം പറയുന്നതിന് സത്യം പറയണമെന്നുണ്ട്, പക്ഷേ നീ ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തന്നെ ഒത്തിരി നാളായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ നിൻ്റെ അടുത്ത് എങ്ങനെ വരണമെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പാരലൽ യൂണിവേഴ്സിൽ നിന്ന് വന്നതാണെന്നൊക്കെ നിന്നോട് കള്ളം പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു കള്ളം ഉണ്ടാക്കി തീർത്തു, പക്ഷേ ഇപ്പോൾ ആ ഒരു കള്ളം സത്യമാണെന്നുള്ള രീതിയിൽ എൻ്റെ സ്വപ്നത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്.
അതിനുശേഷം 4 വർഷം മുമ്പ് നടന്ന ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മൾ ഇതേ സെയിം ഫ്ലാഷ് ബാക്ക് കണ്ടിട്ടുണ്ട്. അതായത് സിറും ക്യാനും എങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്തതെന്ന്. സിറു ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് ആ ഒരു പേപ്പർ ഫോണിൻ്റെ ഭാഗം അവൻ്റെ സൈഡിലേക്ക് വന്നിട്ട് അങ്ങനെയായിരുന്നു അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിറു ക്യാനിനോട് പറഞ്ഞത് നീ എങ്ങനെ എൻ്റെ ക്ലാസ്സിലേക്ക് അത് എടുക്കാനായിട്ട് വന്നപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്തതെന്ന്. എന്നാൽ ക്യാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ, ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ നീ അവിടെ ഇട്ടായിരുന്നില്ല, നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്യാൻ അത് എടുക്കാൻ വരുമ്പോൾ സിറു ക്ലാസ്സിൻ്റെ വെളിയിൽ മറ്റൊരിടത്തായിട്ട് അവനെ കാണാതിരിക്കാനായിട്ട് മാറി നിൽക്കുന്നത്. ആക്ച്വലി അതാണ് റിയലായിട്ട് നടന്ന സംഭവം. മറ്റത് ഒരുപക്ഷെ സിറു പറഞ്ഞുണ്ടാക്കിയത് മാത്രമായിരിക്കാം, ക്യാനിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ താൻ പാരലൽ വേൾഡിൽ നിന്ന് വന്നതാണെന്ന്. അങ്ങനെ ഇപ്പോൾ റിയലായിട്ട് നടന്ന സംഭവം കാണിക്കുമ്പോൾ ക്യാനാണെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് ആ പേപ്പർ കപ്പ് എടുത്തോണ്ട് പോകുമ്പോൾ സിറിനെ കാണാതിരിക്കാനായിട്ട് സിർ മറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്യാൻ തിരിച്ചു പോകുമ്പോൾ സിർ അവനെ തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം വിമ്മും സിറും കൂടെ ആയിട്ട് ക്ലാസ്സിൻ്റെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ വിമ്മും സിറും കുഞ്ഞിലെ തൊട്ടേ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചതും. അങ്ങനെ നമ്മുടെ വിമ്മ് ഇന്നലെ അച്ഛൻ്റെ കൂടെ സിനിമ കാണാൻ പോയി. എന്നാൽ ആ സിനിമയുടെ കാറ്റഗറി എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഞാൻ അത് മൊത്തം ഇരുന്ന് കണ്ടു. എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ക്യാനും അവൻ്റെ ഫ്രണ്ടും കൂടെ ആയിട്ട് അവിടെ കോറിഡോറിൽ കൂടെ ഓടി കളിച്ചത്. അപ്പോൾ വിമ്മാണെങ്കിൽ ഇതുവഴി ഓർഡറിലെന്ന് പറയുന്നുണ്ട്. ക്യാനപ്പോൾ ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. സിർ അപ്പോൾ അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻ ഒരു ദിവസം ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പയ്യന്മാർ സിറിനെ പറ്റി മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കോളേജിൽ മാത്രമായിരുന്നില്ല സിർ പോപ്പുലർ, സ്കൂൾ ടൈമിലും അവൻ പോപ്പുലർ ആയിരുന്നു. എല്ലാ പെൺകുട്ടികളും അവൻ്റെ പുറകെയായിരുന്നു, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പയ്യന്മാർ പറയുവാണ്, ഞാൻ കേട്ടിട്ടുണ്ട് അവനാണെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നതാണെന്ന്. മിക്കവാറും പരീക്ഷയ്ക്ക് മുന്നേ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ടീച്ചർമാരായിട്ട് പൈസ കൊടുത്തിട്ട് ഇവ വാങ്ങിച്ച് അത് നോക്കി പഠിച്ച് എഴുതിയതായിരിക്കും. അതുമാത്രമായിരിക്കത്തില്ല, പെൺപിള്ളേരെ വല്ലതൊക്കെ കാണിച്ച് മയക്കിയതായിരിക്കും. അവരെത്ര പെൺപിള്ളേരായിട്ട് ബന്ധമുണ്ടെന്ന് ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ക്യാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ ക്യാനാണെങ്കിൽ അങ്ങനെ ഒരാളെക്കുറിച്ച് മോശം കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. സിർ ഒരു മോശം പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, എക്സ്ട്രാ ക്ലാസ്സിന് ഇരിക്കുന്നുണ്ടായിരിക്കും, എക്സാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരും കളിച്ച് കിടക്കുകയല്ലേ, അതുകൊണ്ട് ജലസായിട്ട് കാര്യമില്ല. അവൻ നന്നായിട്ട് പഠിക്കുന്നൊരു പയ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ സിർ ക്യാനിൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് ക്യാന് അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവനാണെങ്കിൽ നേരെ ക്ലാസ്സിൽ ചെന്നിട്ട് വിമ്മിൻ്റെ അടുത്ത് വിം ഒരു ഹെൽപ്പ് ചെയ്യൂ, 10th പഠിക്കുന്ന ക്യാനുമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് ഫ്രണ്ട്സ് ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് തിരിച്ച് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ ഈ അടുത്ത ദിവസമായി ഉറക്കം എഴുന്നേറ്റുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കം എഴുന്നേറ്റിട്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സോഫയിലേക്ക് ചെന്നിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സിർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സിർ ബാൽക്കണിയിൽ നിന്ന് വരുന്ന കണ്ടിട്ട് അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ സിർ അത് പിന്നെ ആ പേപ്പർ കപ്പ് ഫോണിൽ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നീ ആ ബാൽക്കണിയിൽ നിന്ന് എത്തി വരിയത്തില്ലേ, അത് അപകടമാണ്, അതുകൊണ്ട് ഞാൻ അതവിടെ സൈഡിൽ കെട്ടി വെച്ചതാ, അതാകുമ്പോൾ സേഫായിട്ട് നിനക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സിറാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറയാം, താൻ പാരലൽ വേൾഡിൽ നിന്ന് വന്നതല്ല, അത് താൻ പറഞ്ഞൊരു കള്ളമാണെന്നുള്ള കാര്യം തുറന്ന് പറയാമെന്ന് കരുതിയിട്ട് എനിക്ക് അടുത്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ സിറിൻ്റെ തോളിൽ ചാരി കിടന്നിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവനെന്തോ പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ക്യാനാണെങ്കിൽ ഇല്ല പറ, നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അത് അറിയാനായിട്ട് ആകാംക്ഷയായി പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സിറാണെങ്കിൽ അത് പിന്നെ നിൻ്റെ ഷർട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺ അഴിഞ്ഞിരിക്കുക, അത് ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അത് പറയാനേ വന്നേന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് സിറിൻ്റെ അടുത്തേക്ക് അമ്പ് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് നിന്നിട്ട് ക്യാൻ നീ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്, നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, സിർ ആക്ച്വലി നിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതല്ല, അവൻ ആക്ച്വലി അവൻ്റെ ക്യാനിൻ്റെ അടുത്ത് പോവേണ്ടതാണ്, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല എന്ന് അവൻ റൂമിൽ നിന്ന് സിർ ശരിക്കും ഇവനെ പറഞ്ഞ് പറ്റിച്ചാണെന്നൊന്നും അറിയാതെ അവൻ്റെ ഫീലിങ്സ് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ക്യാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നതാണ്. ആ സമയം ഇവർ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് ക്യാനിൻ്റെ കൂടെ ഇപ്പോൾ സിർ വന്നേക്കുന്നത്, ഇവരതിന് അത്രയ്ക്ക് ക്ലോസ് ആണോ എന്നൊക്കെ. അപ്പോഴാണ് നമ്മളെയും കാണിക്കുന്നത് നമ്മുടെ ക്യാനിൻ്റെ അടുത്ത് സിർ ഇരിപ്പുണ്ട്, ക്യാൻ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്. അങ്ങനെ ക്യാനിൻ്റെ അടുത്ത് കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ ഇന്നലെ രാത്രി അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള നളിനും ടീയും എല്ലാം അപ്പോൾ നിങ്ങൾ സെറ്റായോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അല്ല നിങ്ങളെന്തിനാണ് ഇത്രയും കെട്ടി നോക്കുന്നത്, അത് പിന്നെ എനിക്ക് പനിയായിരുന്നുണ്ട് എന്നെ നോക്കാനായിട്ടാണ് വന്ന് നിന്നേന്ന് പറയുന്നുണ്ട്. ആ സമയം അവർ ഓ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ജിന്നിന് ബാക്കിയുള്ളവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ ആരായാലും തന്നെ അവൻ വിചാരിക്കാതെ തന്നെ അവന് അവരുടെ തോട്ട്സും മൈൻഡിൽ കൂടെ എന്താ സംഭവിക്കുന്നത് എല്ലാവരും കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അടുത്തിരുന്നിട്ട് എന്തൊക്കെയാണോ ആലോചിക്കുന്നത് അതെല്ലാം ഇവൻ കേൾക്കുന്നുണ്ട്. ഇവരെല്ലാവരും ആലോചിക്കുന്നത് നമ്മുടെ ക്യാനിനെ കുറിച്ച് ഓർത്തിട്ടാണ്. കാരണം നളിനും ടീയും വിചാരിക്കുന്നത് സിറിന് ക്യാനിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ക്യാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞ് അവനെ മനസ്സിലാക്കി
മനസ്സിലാക്കണോ, അവൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ്. എന്നാൽ അഷി ഇരുന്ന് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും സിർ ഒരു മോശക്കാരനാണെങ്കിൽ അവനെ ക്യാനുമായിട്ട് ക്ലോസ് ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല, ക്യാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെയാണ്. അങ്ങനെ ഇത്രയും പേരും ഇരുന്ന് നമ്മുടെ ക്യാനിനെ കുറിച്ച് കെയർ ചെയ്യുന്ന ഓർത്തിട്ട് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജിന്നിന് ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അതേസമയം വിമ്മാണെങ്കിൽ സിറിനെ കോൾ ചെയ്യാണ്. അങ്ങനെ സിർ അവിടെ നിന്ന് മാറി നിന്നിട്ട് വിമ്മിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ വിമ്മാണെങ്കിൽ നീ ഇത് എവിടെ പോയിരിക്കുക, നീ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജിന്ന് വന്നിട്ട് ഞാനെന്ന് അവനോട് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്. ഒന്നാമതേ നമ്മുടെ വിമ്മാണെങ്കിൽ ഇവൻ്റെ അടുത്ത് കുറ്റം പറിച്ചില്ല കേട്ട് മടുത്തിരിക്കുന്ന ഇവനാണെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് പോട്ടെ എന്ന് എഴുതിയിട്ട് നേരെ ഫോൺ എടുത്ത് ജിന്നിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ജിന്നിൻ്റെയിലാണ് ഇപ്പോൾ ഫോണെന്ന് മനസ്സിലാക്കാതെ വിമ്മ് സിറിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം വിമ്മിൻ്റെ അടുത്ത് പെട്ടെന്ന് ജിന്നാണെങ്കിൽ എൻ്റെ അവിടെ ഒരു സിനിമയ്ക്ക് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സൗണ്ട് വ്യത്യാസം കണ്ടിട്ട് ഞാൻ ഇത് ഇവനെ തന്നെയാണോ വിളിച്ചത് അത് മറ്റാരെങ്കിലും ആണെന്നുള്ള രീതിയിൽ ഒന്ന് നോക്കുമ്പോൾ സിറിനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് സംസാരിക്കുന്ന മറ്റാരോ ആണെന്നുള്ള രീതിയിൽ അവനാണെങ്കിൽ ഇത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വീണ്ടും ജിന്ന് പിന്നെ അടുത്ത ആഴ്ച ഒരു സിനിമയുണ്ട്, അതൊരു സ്പെഷ്യൽ മൂവിയാണ്, എന്നാൽ അടുത്ത ആഴ്ചയാണ് അതിൻ്റെ ലാസ്റ്റ് പ്രീമിയർ, നമുക്ക് പോയാലും മിസ്സാക്കിയ മോശമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കേട്ട് വരുമ്പോഴാണ് ആ സൗണ്ട് വെച്ചിട്ട് അത് ജിന്നാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ജിന്നിൻ്റെ അടുത്ത് എടാ ചെക്ക നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വിമ്മിൻ്റെ അടുത്ത് ജിന്നാണെങ്കിൽ ചെക്കാന്ന് വിളിക്കാൻ മാത്രം ഞാൻ അത്ര കുഞ്ഞൊന്നുമല്ല, നിന്നെക്കാളും ഒരു ഇയർ ഞാൻ കുറവാണ്, നിൻ്റെ ജൂനിയറാണ് എന്നും വെച്ചിട്ട് അങ്ങനെ ചെക്കാന്ന് വിളിക്കാനുള്ളതൊന്നുമില്ല, അതുപോലെ നീ എൻ്റെ സിനിമയ്ക്ക് വരുമെന്ന് ആദ്യം പറയാനായിട്ട് പറയുന്നുണ്ട്. വിമ്മപ്പോൾ വച്ചിട്ട് പോടാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ കോൾ കട്ടിയാലാണ്. ആ സമയം സിറാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് നീയും വിമ്മും ക്ലോസ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് അല്ല ഞങ്ങൾ സംസാരിച്ചിട്ടേ ഉള്ളൂ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, വിമ്മ് എൻ്റെ കൂടെ ആ സിനിമയ്ക്ക് വരണം, അതിന് നീ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞവനെ വിടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിർ ഇല്ല എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ അവനെ നിർബന്ധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ജിന്നാണെങ്കിൽ നിൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളും നീ പാരലൽ യൂണിവേഴ്സിൽ നിന്നല്ല വന്നത്, അത് നീ പറ്റിച്ചതാണെന്നും ഒക്കെ നിൻ്റെ മൈൻഡ് വായിച്ചതിലൂടെ എനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കും അറിയായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ആ സത്യങ്ങളെല്ലാം ഞാൻ അങ്ങ് ചെന്നിട്ട് ക്യാനിനോട് പറയട്ടെ, അത് വേണോ എന്ന് ചോദിച്ചിട്ട് ഇവന് ചെറുതായിട്ടൊന്നും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ആ സമയം സിർ നീ എന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കണമെന്ന് വെച്ചപ്പോൾ ജിന്നാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാനത് ക്യാനിനോട് പോയി സത്യങ്ങൾ വിളിച്ച് പറയണോ അതോ നീയായിട്ട് വിമ്മിനെ എൻ്റെ കൂടെ സിനിമയ്ക്ക് വിടണോ ഇല്ലയോ എന്ന് നീ എന്നെ തീരുമാനിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സിർ ഓക്കെ നീ ടെൻഷൻ ആവണ്ട, വിമ്മിനെ സിനിമയ്ക്ക് വേണ്ട കാര്യമല്ലേ, അത് ഞാൻ സെറ്റാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ആ കേൾക്കുമ്പോൾ നമ്മുടെ ജിന്നിന് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് നമ്മുടെ സിറും ക്യാനും ഇപ്പം നിൽക്കുവാണ്. സിർ അപ്പോൾ എന്തോ ആലോചനയിലായി നിൽക്കുകയാണ്. ഇത് ശ്രദ്ധിച്ചിട്ട് ക്യാൻ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം സിർ ഒന്നുമില്ലാന്ന് പറയുമ്പോൾ സിർ അല്ല നീ എന്തോ ആലോചന നിൽക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ സിർ അങ്ങനെയൊന്നുമില്ല നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ ഓക്കെ ഞാൻ പെട്ടെന്ന് അറിയാണ്ട് ചോദിച്ചു പോയതാന്ന് പറയുന്നുണ്ട്. അതേസമയം വിം എന്തിനാ കോൾ ചെയ്ത് നീയും ജിന്നും അവനോട് സംസാരിക്കാനായിട്ട് മാറി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവനാണെങ്കിൽ അത് പിന്നെ വിം അറിഞ്ഞു ഞാൻ വീട്ടിൽ പോയ കാര്യം, പിന്നെ വീട്ടിൽ പോയത് അച്ഛൻ കാരണമാണെന്നുള്ള സംഭവം അവന് മനസ്സിലായി, അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ അല്ല അതിനിപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സിറാണെങ്കിൽ അത് പിന്നെ എൻ്റെ പാരൻസ് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ ഡിവോഴ്സ്ഡ് ആയതാന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ സോറി അറിയാതെ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഇല്ല ഒന്നും കുഴപ്പമില്ല, അത് അവരുടെ ഇടയിലുള്ള കാര്യമില്ല, അതൊന്നും ഞാൻ മൈൻഡേ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ ബോധയുടെ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാൻ എനിക്ക് നിന്നെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം സിറാണെങ്കിൽ എനിക്ക് ഒരു അനിയനും കൂടെ ഉണ്ട്, അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവുന്ന ടൈമിന് അച്ഛൻ എൻ്റെ അനിയനെ വളർത്താനായിട്ട് കൊണ്ടുപോയി എന്നെ എൻ്റെ അമ്മയുടെ അടുത്തും വിട്ടു, പക്ഷെ അമ്മ എന്നെ അവരുടെ മോനായിട്ടല്ല കാണുന്നത്, പകരം അച്ഛനാണെങ്കിൽ ഡിവോഴ്സ് ഫയൽ ചെയ്തതിന് അച്ഛനോട് റിവെഞ്ച് എടുക്കാനായിട്ടുള്ള ഒരു ടൂളായിട്ട് മാത്രമാണ് എന്നെ കാണുന്നത്, എന്നെ ഉപയോഗിച്ച് അച്ഛനെ ഹേർട്ട് ചെയ്യാനാണ് അവരുടെ ശ്രമം, അതിനുവേണ്ടി മാത്രമാണ് അവരെന്നെ നോക്കുന്നത്, ആ ഒരു കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്നെ വീട്ടിലും വിളിച്ച് വരുത്തിയത്. അവരെന്ന് പറയുമ്പോൾ ശരിക്കും മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അച്ഛൻ 10 വർഷത്തോളം കല്യാണം കഴിച്ചിട്ട് അവരെ സഹിച്ചതിൽ സത്യം പറഞ്ഞാൽ അച്ഛന് എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കേണ്ടതാണ്, കാരണം അത്രയ്ക്ക് കഷ്ടമാണ് അവരുടെ കാര്യം, അവരമ്മയെന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല, അച്ഛനുമായിട്ട് ആര് ക്ലോസ് ആയാലും അവരത്രയും ഒരു ഹേർട്ട് ചെയ്യും. ഇവരുടെ മനസ്സിൽ ഇവർക്ക് എപ്പോഴും നമ്പർ 1 ആയിരിക്കണമെന്നാണ് ആഗ്രഹം, ഇവർക്ക് ഫാമിലി ഒരിക്കലും ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല, ഇവർക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നത്. അച്ഛൻ ഡിവോഴ്സ് ഫയൽ ചെയ്തപ്പോൾ ഇവർക്കത് നാണക്കേടാണെന്നുള്ള രീതിയിൽ അവർ കരുതിയത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ അവർ അച്ഛൻ്റെ അടുത്ത് റിവെഞ്ച് ചെയ്യാൻ നിൽക്കുന്നത്. ഒരിക്കൽ വിമ്മാണെങ്കിൽ എൻ്റെ അടുത്ത് നമുക്ക് സ്കൂൾ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, അങ്ങനെ ഞാനും അവന് സ്കിപ്പ് ചെയ്തു, എന്നാൽ പിന്നീട് ഇതാണെങ്കിൽ എൻ്റെ അമ്മ കണ്ടുപിടിച്ചു, അതുകൊണ്ട് തന്നെ ഒരാളെ വെച്ചിട്ട് എന്നെ ഒരുപാട് അടുപ്പിച്ചു, വിമ്മാണെങ്കിൽ അവരുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞു എന്നെ ഒന്ന് വെറുതെ വിടാൻ. ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല, എന്നെ അടിച്ച്
എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാക്കുന്നതെല്ലാം വിമ്മിനെ എൻ്റെ മുന്നിൽ പിടിച്ച് നിർത്തിയിട്ട് അവനെ കൊണ്ട് കാണിപ്പിച്ചു. അവനാണെങ്കിൽ ഒത്തിരി പറഞ്ഞു എന്നെ ഒന്ന് വിടാൻ. അവൻ്റെ പാരൻസിനോടും പറഞ്ഞു. എന്നാൽ അവർക്ക് പോലും ഇവർക്കെതിരെയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. കാരണം ഇവരത്രയും ക്രൂരമായിട്ടുള്ളൊരു ലേഡിയാണ്. എൻ്റെ ലൈഫിൽ ഞാനാണെങ്കിൽ ഒരിക്കൽ പോലും സന്തോഷം എന്ന് പറഞ്ഞ സംഭവം അനുഭവിച്ചിട്ടില്ല. ഇവരെൻ്റെ അടുത്ത് പഠിക്കാൻ പറയുമ്പോൾ ഞാൻ പഠിക്കണം, സ്കൂളിൽ ഫസ്റ്റ് ആവാൻ പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ആവണം, ഇതായിരുന്നു എൻ്റെ ലൈഫെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതൊക്കെ കേട്ടിട്ട് ക്യാനും സങ്കടം വന്നിട്ട് സിറിൻ്റെ കൈയാണെങ്കിൽ ഇറുക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ക്യാനാണെങ്കിൽ നീ നിൻ്റെ ലൈഫിൽ സന്തോഷിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, വാന്നും പറഞ്ഞുകൊണ്ട് സിറിനെ വിളിച്ചുകൊണ്ട് നേരെ ആർക്കേഡിലൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവനെങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഒരു പാവേനെയൊക്കെ കിട്ടുന്നുണ്ട്. ആ സമയം സിറ് ഈ ഒരു പാവ കിട്ടാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടു, ഇതിനേക്കാളും പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ അങ്ങനെ ഒരിക്കലും പറയരുത്, നമ്മൾ ജയിച്ച് നേടുന്നതിനാണ് ഏറ്റവും കൂടുതൽ അഭിമാനവും വിലയും ഉള്ളത്, അത് മനസ്സിലാക്കണം. പിന്നെ ഈ പാവ അടിപൊളിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പാവ ക്യാൻ എടുക്കുന്നുണ്ട്. അതിന് ശിവരാണെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ ബൂത്ത് പോലെ സംഭവത്തിനകത്ത് ഇപ്പോൾ പോവാണ്. അങ്ങനെ അതിങ്ങനെ ഫോട്ടോ എടുക്കുന്ന ടൈമിന് സിറ് ചിരിക്കാതിരിക്കുന്ന കണ്ടിട്ട് ക്യാനാണെങ്കിൽ ചിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഫോട്ടോ ക്ലിക്കാവുന്നതും പെട്ടെന്ന് തന്നെ ക്യാനെ കിസ് ചെയ്യുവാണ് അവിടെ വെച്ചിട്ട്. ക്യാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊന്നായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാനാണെങ്കിൽ നാണവും വരുന്നുണ്ട്, ചെറിയ നാണക്കേടും തോന്നുന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ആ സമയം ആ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് വന്നത് സിർ ഇങ്ങനെ എടുത്തിട്ട് ക്യാനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഫോട്ടോ ഞാൻ എടുക്കുകയെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ അത് പറ്റത്തില്ല, എനിക്ക് വേണമെന്ന് പറയുമ്പോൾ സിർ ആ പാവ നീ എടുത്തില്ലേ, അതിന് പകരം ഈ ഫോട്ടോ ഞാൻ വെച്ചേക്കാം, അല്ല നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, നിനക്ക് എൻ്റെ ദേഷ്യമാണെന്ന് ചോദിച്ചപ്പോൾ ക്യാനാണെങ്കിൽ ആരെടുത്ത് വെച്ചിട്ടാ നീ ആണെങ്കിൽ എന്നെ കിസ് ചെയ്തത്, നിൻ്റെ അടുത്ത് ഫോട്ടോയ്ക്ക് ചിരിക്കാൻ പറയുമ്പോൾ നീ എന്തിനാ എന്നെ കിസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിർ ആണെങ്കിൽ അതിൻ്റെ പേരിൽ നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ സീരിയസ് ആയിട്ടാണെന്ന് വെച്ചപ്പോൾ എനിക്ക് ദേഷ്യമൊന്നുമില്ല, പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, നീ അടിച്ച് പൊളിച്ചോന്ന് വെച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ക്യാനാണെങ്കിൽ കോളേജിലേക്ക് വരുമ്പോൾ സിറിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവൻ്റെ അമ്മ അയച്ച ഒരാളുണ്ടല്ലോ, അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളല്ലേ ക്യാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാൻ അതെ എൻ്റെ പേരെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സിറിനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് അവനറിയാം, അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ അതിന് അതൊക്കെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാളാണെങ്കിൽ അത് പിന്നെ സിറിൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു, അവരുടെ മോനുമായിട്ട് ബ്രേക്കപ്പ് ആവാനായിട്ട് നിനക്ക് എത്ര പൈസയാണ് വേണ്ടതെന്ന് അത് പറയാനായിട്ട് പറയാണ്. ആ സമയം ക്യാനാണെങ്കിൽ അത് കേട്ടിട്ട് ഇയാളെന്തിനാ ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ സീൻ കെട്ടായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി നടന്നൊരു സംഭവം കാണിക്കുകയാണ്. അതായത് തിരിച്ച് സിറാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ എടുത്ത ഫോട്ടോസ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതും ആ ഫോട്ടോസ് കിട്ടിയതൊക്കെ സന്തോഷത്തിൽ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അതേസമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, സ്കൂൾ ലൈഫ് തന്നെയാണ്. സ്കൂൾ ലൈഫ് കഴിയാറാവുന്ന ടൈമിന് ഒരു ദിവസം വിമ്മാണെങ്കിൽ സിറിൻ്റെ കൂടെ ക്ലാസ്സിൽ നിൽക്കുവാണ്. ആ സമയം ഓൾറെഡി സിറിൻ്റെ അമ്മ നീ ഏത് കോളേജിലാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരെന്ത് പറഞ്ഞാലും ഇവൻ അനുസരിക്കേണ്ട സിറ്റുവേഷനാണ്. ഇവനാണെങ്കിൽ പക്ഷേ താല്പര്യമില്ല. അതുകൊണ്ട് വിമ്മാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നിനക്ക് അവർ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണെങ്കിൽ എബ്രോഡിലേക്ക് പോക്കോ, എങ്ങനെയും നീ രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിർ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഫ്ലാഷ് ബാക്കിൽ കണ്ടതാണ്, സിറാണെങ്കിൽ വിമ്മിൻ്റെ അടുത്ത് വന്നിട്ട് നീ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാനുമായിട്ട് ഫ്രണ്ട്സ് ആവും, എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഫ്രണ്ട്സ് ആവാനായിട്ട് പറയുന്നത്. അങ്ങനെ അത് പറഞ്ഞതനുസരിച്ച് ക്യാനുമായിട്ട് വിമ്മ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് സിറിന് വേണ്ടിയിട്ടാണെന്ന് ഒന്നും തന്നെ പറഞ്ഞില്ല. വിമ്മ് ജസ്റ്റ് ക്യാനിൻ്റെ അടുത്ത് നിന്നിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ക്യാനിനോട് എന്തോ ഒരു സംഭവം പേപ്പറും എന്തോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ക്യാനാണെങ്കിൽ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ അല്ല എൻ്റെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ആവശ്യപ്പെടുന്നത്, എന്തിനാ എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം വിമ്മ് ചുമ്മാ നീയുമായിട്ട് ക്ലോസ് ആവാനായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് എന്നിട്ട് ഫ്രണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം സിറാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ആ സമയം വിമ്മ് ക്യാനിൻ്റെ അടുത്ത് ക്യാൻ നീയാണെങ്കിൽ ഏത് കോളേജിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്, നീ ഏതെങ്കിലും കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, എൻ്റെ അച്ഛൻ പഠിച്ച കോളേജാണ് എനിക്ക് ജോയിൻ ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോളേജിൻ്റെ പേരവൻ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ സിർ കേൾക്കുന്നുണ്ട്. സിറിന് ഇവൻ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിമ്മ് മനഃപൂർവ്വം ചോദിച്ചതുമായിരുന്നു. അങ്ങനെ അതും പറഞ്ഞിട്ട് ക്യാൻ പോയി കഴിയുമ്പോഴത്തേക്കും സിറിന് സന്തോഷമാവുന്നുണ്ട്. കാരണം അവൻ്റെ അമ്മ അവന് വേണ്ടിയിട്ട് ഏത് കോളേജാണ് പറഞ്ഞു വെച്ചേക്കുന്നത് അതേ സെയിം കോളേജ് തന്നെയാണ് ഇപ്പോൾ ക്യാനും തനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻ പോയി കഴിയുമ്പോൾ വിമ്മാണെങ്കിൽ ഭാഗ്യം നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് സിറിനോട് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്തെല്ലാം തന്നെ സിറിന് ശരിക്കും ക്യാനിനോട് ലവ് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള കാര്യം നമ്മുടെ വിമ്മിന് അറിയത്തില്ല. വിം ജസ്റ്റ് സിറിന് എന്തെങ്കിലും ക്ലോസ് ആവണമെന്നുള്ള ആഗ്രഹം കാണും, അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ വിമ്മ് നിന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.